മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ബി.ജെ.പി. നേതൃത്വത്തിന്റെ ഒത്താശയിൽ വ്യാപകമായി വോട്ടുകൾ തള്ളുന്നതായി എ.കെ. അഷ്റഫ് എം.എൽ.എ. സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും എം.എൽ.എ. കൂട്ടിച്ചേർത്തു. ലോകോത്തര ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ, കബോർഡ്, അലമാരകൾ, ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്ന 120 വർഷങ്ങളുടെ പാരമ്പര്യം. ഗോദ്രേജ് കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി, NH66, ആണങ്കൂർ, കാസർഗോഡ്. മഞ്ചേശ്വരം മണ്ഡലം ബി.ജെ.പിക്ക് കപ്പിനും ചുണ്ടിനുമിടയിൽ 2016-ലും 2021-ലും മിസ്സായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. 16-ൽ 89 വോട്ടിനാണ് ബി.ജെ.പി. തോറ്റത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1000-ന് താഴെ വോട്ടുകൾക്കാണ് ബി.ജെ.പി. ഈ മണ്ഡലത്തിൽ പരാജയപ്പെട്ടത്. SIR പ്രക്രിയ ആരംഭിച്ച നാളെ തൊട്ട് UDF-ന്റെ നേതൃത്വത്തിൽ എല്ലാവരെയും വോട്ട് ചേർക്കാൻ, ഒരാളുടെയും വോട്ട് നഷ്ടപ്പെടാത്ത രീതിയിൽ മികച്ച ക്യാമ്പയിൻ സംസ്ഥാന, ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത് തലത്തിൽ, ബൂത്ത് തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നേറെ ഞെട്ടിപ്പിക്കുന്നൊരു കാര്യമാണ്, മഞ്ചേശ്വരം മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 128 ആ ബൂത്തിൽ ഒരാഴ്ച മുമ്പ് തന്നെ ഞങ്ങൾക്കറിയാം, SIR-ൻ്റെ കഴിഞ്ഞ മാസം 30-ാം തീയതി അവസാനിക്കുന്നതിന് മുമ്പ് ARO ഞാനൊരു പരാതിയുമായി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഒരു ബൂത്തിൽ, മഞ്ചേശ്വരം മണ്ഡലത്തിലെ 128-ാമത്തെ ബൂത്തിൽ ബി.ജെ.പിയുടെ ജില്ലാ സെക്രട്ടറി ലോകേഷ് നോണ്ട, അദ്ദേഹം 90ഓളം വോട്ടുകൾ തള്ളാൻ ഒരപേക്ഷയുമായി വന്നിരുന്നു. ഒരു കാരണവശാലും ഞങ്ങൾക്കങ്ങനെ ഫിസിക്കലായി വാങ്ങാൻ കഴിയില്ല, ഓൺലൈനായി അദ്ദേഹത്തോട് അത് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അതിനുശേഷം ആ ടൈം അവസാനിക്കുന്ന സമയത്ത് 7 പേര് കൃത്യമായി ബി.ജെ.പിയുടെ ഔദ്യോഗിക പോസ്റ്റിലിരിക്കുന്ന മഞ്ചേശ്വരം മണ്ഡലക്കാരനായ ലോകേഷ് നോണ്ട എന്ന് പറയുന്ന ഒരാൾ 7 പേരെ വോട്ട് തള്ളാൻ വേണ്ടി ഫോം 7 വെച്ച് നൽകിയിരിക്കുകയാണ്. ഞാൻ മീഡിയകളുടെ മുമ്പിൽ നിൽക്കുന്നത് വളരെ വേദനയോടുകൂടി ആ 7 പേരും ഇന്ന് ഹിയറിങ്ങിന് വേണ്ടി മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിൽ AROയുടെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൽ ഞങ്ങളേറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ജനിച്ചത്, വളർന്നത്, ജീവിതകാലം മുഴുവനും അദ്ദേഹം വോട്ട് ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ നോട്ട് ആൻ ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യൻ പൗരനല്ല എന്നാണ് ബി.ജെ.പിയുടെ ജില്ലാ സെക്രട്ടറി ആരോപിച്ചിട്ടുള്ളത്. മറ്റ്6 പേരെ പെർമനൻ്റ്ലി ഷിഫ്റ്റഡ് എന്നാണ്. അസ്മ, സഫിയ, സുബൈദ, ഈ പറയുന്ന കുബ്ര, ഇവരൊക്കെ 60-70-ലെത്തിയ ജീവിതത്തിൽ ഒരു പക്ഷേ 5, 6, 7 പ്രാവശ്യം പഞ്ചായത്തിനും ബ്ലോക്കിനും ലോക്സഭയ്ക്കും നിയമസഭയ്ക്കൊക്കെ വോട്ട് ചെയ്ത ആളുകളെയാണ് ബി.ജെ.പി. കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് വോട്ട് തള്ളണമെന്ന് ബി.ജെ.പിയുടെ ജില്ലാ സെക്രട്ടറി ലോകേഷ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രൽ റൂൾസ് ആക്ട് 1960 കൃത്യമായി പറയുന്നുണ്ട്, ഒരാളുടെ ഏതെങ്കിലും രീതിയിൽ ഒരു വോട്ട് തള്ളാൻ വേണ്ടി കൊടുത്താൽ ഉദ്യോഗസ്ഥന്മാർക്ക് അത് കടമ്പില്ല എന്ന് തോന്നിയാൽ അവർ റിജക്റ്റ് ചെയ്യണം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, BLOക്ക് ബോധ്യമുണ്ട് ഇത് കള്ളപ്പരാതി എന്ന്, AROക്ക് ബോധ്യമുണ്ട് ഇത് കള്ളപ്പരാതി എന്ന്, കടമ്പില്ലാത്ത ഈ ഒരു പരാതി വെച്ച് ഈ 60-70 ആളുകളെ ഹിയറിങ്ങിന് വിളിച്ചത് തെറ്റല്ലേ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബി.ജെ.പിയുടെയും ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു അന്തർധാര ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇവിടെ ഞാൻ 7 ആളുകൾ ഇന്ന് ഹിയറിങ്ങിന് വരുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ എന്തായാലും കേസ് ഫയൽ ചെയ്യും. 960-ലെ ഏറ്റവും കൃത്യമായി പറയുന്നുണ്ട് ആ ആക്റ്റിൽ, ഒരാൾ വ്യാജ പരാതി കൊടുത്താൽ അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം. UDF-ന്റെ ബഹുമാനരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട അസീസ് മരിക്കയും മഞ്ജു അണ്ണനും ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരിന്ന് ഔദ്യോഗികമായി പരാതി കൊടുക്കും, അദ്ദേഹത്തിനെതിരെ കേസിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഒന്നാമത്തെ ആവശ്യം. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മഞ്ചേശ്വരത്ത് 18 വയസ്സ് പൂർത്തിയായ ആളുകളെ ഈ രാജ്യത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് പരസ്യം നൽകി എല്ലാവരുടെയും വോട്ട് ഉറപ്പുവരുത്താനുള്ള ക്യാമ്പയിൻ ക്യാമ്പസുകളിൽ, ഗ്രാമങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മണ്ഡലത്തിലും ധാരാളം ആളുകൾ വോട്ടിന് അപേക്ഷിക്കാൻ വേണ്ടി ഞങ്ങളും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വോട്ടിന് അപേക്ഷിച്ചു. BLO പരിശോധനയിൽ കറക്റ്റ് എന്ന് തെളിഞ്ഞു, താലൂക്ക് പരിശോധന കഴിഞ്ഞു. ജില്ലാ കളക്ട്രേറ്റിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ അല്ല എന്ന കാരണം കൊണ്ട് നിരസിക്കുകയാണ്. എത്ര ആളുകളാണ് അതിൻ്റെ പേരിൽ ഇന്ന് ഹിയറിങ്ങിന് എത്തിയിട്ടുണ്ട്? അത് മാത്രമല്ല, ഡോക്യുമെന്റ്സ് കൃത്യമായി അപ്ലോഡ് ചെയ്തതിനു ശേഷം നിസ്സാര കാര്യം പറഞ്ഞ് അവരുടെ വോട്ടുകൾ കാസർഗോഡ് ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് തള്ളുകയാണ്.
പ്രവാസികളുടെ ഇന്നലെ മാത്രം 250 വോട്ടുകളാണ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ പ്രവാസി വോട്ടിനെ അപേക്ഷിച്ചപ്പോൾ തള്ളിയത്. അതിന് റീസൺ പറഞ്ഞിട്ടുള്ളത് അവർ വിസ അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന്. ആ സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, പാസ്പോർട്ട് അല്ലാതെ വിസ ഒരിക്കലും അവിടെ മെൻഷൻ ചെയ്യാൻ കഴിയുന്നില്ല. സത്യത്തിനും ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്, ഈ സംസ്ഥാനത്തിൻ്റെ ഇലക്ഷൻ മേധാവി രത്തൻ കേൽക്കർ IAS പറയുന്നത് 100% ആളുകൾക്ക് വോട്ട് ഉറപ്പുവരുത്താനുള്ള പ്രക്രിയയാണ് SIR-ഉം ഈ ക്യാമ്പയിൻ എന്നൊക്കെ പറയുമ്പോൾ, മഞ്ചേശ്വരത്ത് ഞങ്ങൾക്ക് കാണുന്നത് വ്യാപകമായി ഹിഡൻ അജണ്ടയിലൂടെ വോട്ട് തള്ളാനുള്ള BJP-യുടെയും ചില ഉദ്യോഗസ്ഥന്മാരുടെയും കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി ഒരു ശ്രമം നടക്കുന്നതിൻ്റെ ഏറ്റവും മികച്ചൊരു തെളിവാണ് ഇന്ന് 7 പേർക്ക് ഹിയറിങ്ങിന് നോട്ടീസ് കിട്ടിയ ഈ ഒരു സംഭവത്തോടു കൂടി വെളിപ്പെട്ടത്.